ഹായ് ഫ്രണ്ട്സ്, IAS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല FIUGP കമ്മ്യൂണിറ്റി കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൈറ്റിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുക. കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കമ്മ്യൂണിറ്റി കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് കാണാൻ സാധിക്കും. അലോട്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ള ടൈം പീരീഡിൽ യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞിട്ടുള്ള ടൈം പീരീഡിൽ കോളേജിൽ പോയിട്ട് അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള സർവകലാശാലയുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എയ്ഡഡ് കോളേജുകളുടെ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് സൈറ്റിൽ അവൈലബിൾ ആണ്. വിദ്യാർത്ഥികൾ അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് എന്ന ടാബ് ഉപയോഗിച്ച് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള പക്ഷം ഫീസ് അടച്ച്, നിലവിൽ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കാത്തവർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ച് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് ആയതിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരാകണം. ഓഗസ്റ്റ് 7-8 തീയതികളിലാണ് കോളേജ് പ്രവേശനം. കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, TC എന്നിവ ഉൾപ്പെടെ എല്ലാ സർട്ടിഫിക്കറ്റിലും ഹാജരാക്കണം. അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്പാർ ID നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ആയതിനാൽ നിലവിൽ അപ്പാർ ID ഇല്ലാത്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ തീയതിക്ക് മുമ്പായിട്ട് abc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപ്പാർ ID ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അപ്പാർ ID ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്പാർ ID ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം. പ്ലേലിസ്റ്റിനകത്ത് FIUGP അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് അപ്പാർ ID എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് സംബന്ധമായ മറ്റ് വിവരങ്ങൾ അഡ്മിഷൻ വെബ്സൈറ്റിൽ സന്ദർശിക്കുക. സംശയ നിവാരണത്തിനായിട്ട് 8281883052 എന്ന മൊബൈൽ നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒന്നാം വർഷ ബിരുദ പ്രവേശനം FIUGPയുടെ സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോളേജിൽ ഹാജരാകേണ്ട തീയതി ഓഗസ്റ്റ് 7 ഓഗസ്റ്റ് 7 12 മണിക്ക് മുമ്പായിട്ട് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റിലും അതാത് കോളേജുകൾ ഹാജരാക്കണം. ആദ്യഘട്ട റാങ്ക് ലിസ്റ്റിൽ റിപ്പോർട്ട് ചെയ്ത വിദ്യാർത്ഥികളെ പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും രണ്ടാം ഘട്ട റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നത്. എല്ലാ കോളേജുകളിലെ എല്ലാ കോഴ്സുകൾക്കും ഒരേ ഷെഡ്യൂൾ ആയതിനാൽ തന്നെ കൗൺസിലിംഗ് നടത്തുന്നത്. അതിനാൽ ഒന്നിൽ കൂടുതൽ കോളേജുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് കൗൺസിലിംഗ് പങ്കെടുക്കാൻ രക്ഷകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയുടെ സഹായം ഉപയോഗപ്പെടുത്താം. അവരുടെ കയ്യിൽ ഒരു ഓതറൈസേഷൻ ലെറ്റർ കൊടുത്ത് നിങ്ങൾ വിടുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ 8281883052 അല്ലെങ്കിൽ 8281883053 എന്നീ നമ്പറുകൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ്. കമ്മ്യൂണിറ്റി കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റും അതുപോലെ സ്പോർട്സ് കോട്ട സീറ്റുകൾക്ക് സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ഒഫീഷ്യൽ ഇൻഫോർമേഷന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.